മഴ തോരും മുമ്പിൽ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടെൻഷൻ അടിച്ചുകൊണ്ട് അലീന മുകളിലേക്ക് നോക്കി നിൽക്കുന്നുണ്ട്. എന്താവും എന്ന് ആലോചിച്ചിട്ട് ആകെ വിഷമാവുന്നുണ്ട്. മുകളിലാണെങ്കിൽ പിന്നെ കാണുന്നത് റൂബി കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്നൊരു ഭാഗമാണ്. പിന്നെ അലീനനെ സൂക്ഷിച്ചൊന്ന് നോക്കുന്നുണ്ട്, മറ്റൊന്നും പറയുന്നില്ല. അതിനുശേഷം നേരെ ഇറങ്ങി ഓടുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. അലീന അത് നോക്കി നിൽക്കുന്നുണ്ട്. അതിനുശേഷം ബാലചന്ദ്രൻ രോഹിത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് രോഹിത്തെ എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ ആളൊന്നും മൈൻഡ് ചെയ്യൂല. അങ്ങനെ ബാലചന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങുന്ന വഴിക്ക് വാതിൽ അങ്ങോട്ട് വലിച്ചടയ്ക്കുന്നൊരു സൗണ്ട് കേട്ടു. ബാലചന്ദ്രൻ അവിടെ തന്നെ നിൽക്കും. പിന്നീട് റൂമിൽ അങ്ങനെ അടിച്ച് തകർക്കുന്ന സൗണ്ട് കേൾക്കും. അങ്ങനെ ബാലചന്ദ്രൻ ഭീഷണിപ്പെടുത്തിയ പോലെ തന്നെ വാതിൽ തുറക്കാൻ പറയും. അങ്ങനെ തുറക്കുമ്പോൾ നോക്കുമ്പോൾ കാണുന്നത് കസേരയും അതുപോലെ തന്നെ വേസ്റ്റ് ബോക്സ്, ഡൈനിങ് ടേബിളിൻ്റെ സാധനങ്ങൾ എല്ലാം, ഫ്ലവേഴ്സ് എല്ലാം അടിച്ച് തകർത്ത് വെച്ചേക്കണ്. അത് കണ്ടപ്പോൾ ബാലേന്ദ്രന് വീണ്ടും ദേഷ്യം വരും. എടാ നീ എന്ത് തെമ്മാടിത്തരണ്ടായി കാണിച്ചതെന്ന് ചോദിക്കും. അപ്പോൾ ഒന്നും മിണ്ടില്ല. എടാ നിന്നോടൊന്ന് ചോദിച്ചതെന്ന് പറഞ്ഞിട്ട് കാരണം നോക്കി ഒന്നും കൂടെ കൊടുക്കും. അപ്പോൾ വീണ്ടും രോഹിത് കയ്യിലുണ്ടായിരുന്ന ഒരു സാധനം കൂടി എറിഞ്ഞുടയ്ക്കും. എന്നിട്ട് മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോവും. ബാലേന്ദ്രൻ വല്ലാത്ത വിഷമത്തോടെ താഴത്തേക്ക് ഇറങ്ങി വരുന്നത് ആദ്യം ഒന്നിങ്ങനെ വെറുതെ ഒരു പുച്ഛത്തോടെ ഒരു പുഞ്ചിരിക്കും. എന്നിട്ട് താഴത്തേക്ക് ഇറങ്ങി വരുമ്പോൾ രോഹിത് നമ്മുടെ അലീനോടെ നിൽക്കുന്നത് കാണും. എന്നിട്ട് ഇങ്ങനെ ഈയാണല്ലേ അച്ഛനെ ഒറ്റി കൊടുത്തത് അതേന്ന് ചോദിക്കും. അപ്പം തന്നെ ഒരു കാരണം നോക്കി ഒന്ന് കൊടുക്കും. അച്ഛൻ എനിക്ക് തന്നത് ഞാൻ നിനക്ക് തരുന്നെന്ന് പറയും. എന്നിട്ട് ഹെൽമെറ്റൊക്കെ എടുത്തിട്ട് റൂബി റൂബി എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷെ റൂബിനെ കാണില്ല. അങ്ങനെ അവൻ റൂബിയുടെ പിന്നാലെ പോകുന്നുണ്ട്. അങ്ങനെ അലീന വന്ന് ബാലേന്ദ്രൻ്റെ അടുത്ത് നിൽക്കും. പറയും ഇത്തിരി വെള്ളം തായോ, എനിക്ക് തൊണ്ട വരണ്ട് ടെൻഷനായിട്ടെന്ന് പറയും. അങ്ങനെ വെള്ളം കൊടുക്കും. പറയും ഇങ്ങനെയൊന്നും ചെയ്യരുതായിരുന്നു, പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു എന്ന് ചോദിക്കും. അവരിപ്പോഴത്തെ പിള്ളേരല്ലേ, അപ്പോൾ അവരെ അടുത്ത് വിളിച്ചിരുത്തി സംസാരിച്ച് രണ്ടുപേരോടും ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞു വിടണമായിരുന്നു. അപ്പം ഞാൻ ചെയ്തതാണോ തെറ്റ് എന്ന് പറയും. അടിക്കുകയും വഴക്കൊന്നും ഉണ്ടാക്കരുത്, ഇപ്പോൾ വൈരാഗ്യമായില്ലേ എന്ന് പറയും. അത് സാരമില്ല, എന്തായാലും നീ ചെയ്തത് ശരി എന്ന് ബാലചന്ദ്രൻ പറയണേ. പറയും എനിക്കറിയില്ല, നീ ഒരു ജോലിക്കാരിയല്ലേ എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് മാറി നിൽക്കാൻ പറ്റുള്ളൂ. പക്ഷേ എനിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഈ വീട്ടിലുള്ളവരെല്ലാവരും എനിക്ക് സ്വന്തക്കാരെ പോലെ. എനിക്ക് ആരോടും ഒരു വൈരാഗ്യം ഇല്ലയെന്നറിയാം. വൈജയോടൊന്നും ചോദിക്കും, ഇല്ല, അവരും ഒരു പക്ഷേ പാവമല്ലേ, എന്തോ വിഷമം മറയ്ക്കാനൊരു മുഖംമൂടി എടുത്ത് അണിഞ്ഞേക്കണ പോലെയാണ് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞപ്പം എന്ത് വിഷമം, സ്നേഹമുള്ള ഭർത്താവ്, 3 മക്കൾ, സമ്പത്ത്, സൗഭാഗ്യം, ജോലി, ഇതിൽ കൂടുതൽ സ്ത്രീക്ക് എന്ത് വേണമെന്ന് ചോദിക്കുമ്പോൾ അലീന ഒന്നും മിണ്ടാണ്ട് ഇങ്ങനെ മനസ്സുകൊണ്ട് പുഞ്ചിരിക്കുന്നുണ്ട്. പിന്നീട് പ്രിജിത്താമ്മയുടെ ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ സംസാരിക്കുന്നു. ഞാൻ ചെയ്തത് തെറ്റായോ, ഞാൻ ചെയ്യാൻ പാടില്ലാത്തല്ലേന്ന് ചോദിക്കുമ്പോൾ മമ്മി പറയുന്നുണ്ട് ഒരു തെറ്റുമില്ല, അവൻ നിൻ്റെ ചേച്ചി ഇന്ന് അവൻ അറിയാണ്ടല്ലേ, പിന്നെ അവനെ നേർവഴിക്ക് നടത്തേണ്ടത് നീ തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് മുത്തശ്ശിയും പറയും നീ ഒരു തെറ്റ് ചെയ്തിട്ടില്ല, അച്ഛൻ്റെ മോളും തമ്മിലുള്ള പ്രശ്നം അവർ തീർത്തോളും, നീ വിഷമിക്കേണ്ട, നീ ചെയ്തത് തന്നെയാണ് ശരി മോളെ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് മുത്തശ്ശിയും. പിന്നെ രോഹിത്തും ഹരിയും കൂടെ സംസാരിക്കുന്നു. നീ എന്തൊരു മണ്ടത്തരണ്ട കാണിച്ചത്, സ്വന്തം കാമുകിനെ ആരെങ്കിലും വീട്ടിലേക്ക് വിളിച്ചിട്ട് വരും, പിന്നെ ഞാൻ എവിടേക്ക് കൊണ്ടുപോകണം, എത്രയോ ലോഡ്ജ് ഉണ്ട് അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളുണ്ട്, അതൊന്നും നടക്കില്ല. ഈ പാലായിൽ അവളെയും മന്നെയും അറിയാത്തവരാരുമില്ല. ശരി, എന്നോടൊരു വാക്ക് പറഞ്ഞാൽ മതിയല്ലോ, നീ എന്ത് ചെയ്യും, എൻ്റെ ഫ്രണ്ടിനൊരു വീടുണ്ട് ചുറ്റും റബ്ബർ തോട്ടം, എന്ത് വേണമെങ്കിലും ആവുമായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, കിളി പറന്നുപോയി, അവളാണ് എല്ലാത്തിനും കാരണം, അവൾക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, അച്ഛൻ എനിക്ക് തന്നത് ഞാൻ അവൾക്കും കൊടുത്തിട്ടുണ്ടെന്ന് പറയും. എടാ എനിക്ക് അവളെ എന്തെങ്കിലും ചെയ്യണം എന്ന് രോഹിത്ത് പറയുന്നത്, നീ എൻ്റെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാനൊരു ദിവസം വീട്ടിലേക്ക് വരാം, ഒരു സ്പ്രേയും കൊണ്ടുവരാം, ബോധം കെടുത്താൽ നമുക്ക്, എന്നിട്ട് നമുക്ക് അവളെ ശരിയാക്കാന്ന് പറയും. ചാവത്തില്ലല്ലോ എന്ന് ചോദിക്കും. ചാവൊന്നുമില്ല എന്ന് പറയും. കുറച്ച് നേരം ബോധം കെട്ട് കിടക്കും. ശരി എന്ന് പറയും. പിന്നീട് ബാലചന്ദ്രൻ വന്നു. അപ്പോൾ നമ്മുടെ വൈജയന്തിയോട് ചോദിക്കുന്നുണ്ട്, രോഹിയോ എന്ന് പറയും, മുകളിലുണ്ട് എന്ന് പറയും. എന്താ നീ അവൻ വല്ലതും പറഞ്ഞോന്ന് ചോദിക്കും. ഇല്ല, അവനൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ വേണ്ടാന്ന് പറയും. അതല്ല എന്തോ ഉണ്ട് പറയുമെന്ന് പറയും. ഇന്ന് അവന് ഒരു പെണ്ണിനെ കൊണ്ട് വീട്ടിലേക്ക് വന്നു എന്ന് പറയും. അത്രേ ഉള്ളൂ എന്ന് പറയും. അവൻ്റെ ഗേൾ ഫ്രണ്ടിനെ ആരെങ്കിലും വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവന്നതാവും. അതാണോ നീ ഇങ്ങനെയാണോ നീ പറയേണ്ടതെന്ന് ചോദിക്കും. പിന്നെ എങ്ങനെ പറയണം, അവർ ഞാൻ വരുമ്പോൾ റൂം അടച്ച് ഉള്ളിലിരിക്കുകയായിരുന്നു എന്ന് പറയും. അത് ശരി, അതിനിപ്പോൾ എന്താ കുഴപ്പം, തെറ്റതിൽ എന്താ തെറ്റ്, എൻ്റെ മോൻ്റെ അമ്മ എന്നുള്ള നിലയ്ക്ക് നീ ഇങ്ങനെ പറയരുതായിരുന്നു കേട്ടാ. അത് പോട്ടെ, നീ ഇതെങ്ങനെ അറിഞ്ഞ്, അല്ല ബാലേന്ദ്രൻ ഇതെങ്ങനെ അറിഞ്ഞെന്ന് ചോദിക്കും. അലീന വിളിച്ച് പറഞ്ഞേ. അലീന നിങ്ങളെ വിളിച്ച് പറഞ്ഞോ, അവൾക്ക് നിങ്ങളുടെ ഫോൺ നമ്പറൊക്കെ അറിയുമെന്ന് ചോദിക്കും. അതിനെന്ത് സംശയം, ഇവിടെ കലണ്ടറും കാർഡുമൊക്കെ ഉണ്ടല്ലോ, പിന്നെ എന്നെ വിളിച്ച് പറഞ്ഞാൽ എന്താ കുഴപ്പം, അല്ല ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ മകൻ ആരെ വേണമെങ്കിലും വിളിച്ചുകൊണ്ട് വരട്ടെ, അതിന് ഇവളെന്തിനാ അന്വേഷിക്കണേ, ഇവള് ജോലിക്കാരില്ലേ, ഇവൾക്ക് ആരാ സ്പൈ വർക്ക് കൊടുത്തേന്ന് പറയും.
അപ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ പറയുന്നത് അലീനോട് നിനക്ക് വൈരാഗ്യം ഉണ്ടെന്ന് അറിയാം. അലീനോടുള്ള വൈരാഗ്യത്തിന് നീ തെറ്റ് കണ്ടിട്ട് കണ്ണടക്കരുത് കേട്ടോ. ശരി, നാളെ അവൻ ഏത് പെണ്ണിനെ വേണമെങ്കിലും വിളിച്ച് റൂമിലേക്ക് കൊണ്ടുവന്നോട്ടെ. ഗേൾ ഫ്രണ്ട് എന്ന് പറയാലോ. നിൻ്റെ പെൺമക്കളും ഉണ്ടല്ലോ, അവരും ഓരോരോ ബോയ് ഫ്രണ്ടുകളെയും കൊണ്ട് അവരും വന്ന് റൂമിൽ വാതിലടച്ചിരുന്നോട്ടെ എന്ന് പറയും. എനിക്കുമുണ്ട് ഗേൾ ഫ്രണ്ടുകളൊക്കെ, അവരും വന്നോട്ടെ, അവരെയും കൊണ്ട് ഞാനും വരും. വേറൊന്നിനല്ല, വെറുതെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുക എന്ന് പറഞ്ഞപ്പോൾ ആകെ അങ്ങനെ ചമ്മി നിൽക്കുന്നുണ്ട് വൈജയന്തി. വൈജയന്തിനോട് പറയുന്നുണ്ട്, ഇതിനെല്ലാം കാരണം നിനക്ക് അവളോടുള്ള വെറുപ്പാണെന്ന് പറയും. അല്ലെങ്കിൽ നീ ഇത് എങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയാമെന്ന് പറയും. ആ പറയും, അതെ എനിക്ക് അവളെ ഇഷ്ടമല്ല, ഞാനും കമലേടത്തിയും അവളെ കൊണ്ടുവരണ്ട എന്നും പറഞ്ഞിട്ട് നിങ്ങൾ പോയി അവളെ കൊണ്ടുവന്ന്. നിങ്ങൾ അന്ന് തുടങ്ങി, അവൾ ഈ വീട്ടിലേക്ക് കയറി വന്ന അന്ന് തുടങ്ങിയാണ് നിങ്ങൾ അവൾക്ക് വേണ്ടി സംസാരിക്കുന്നത്. അതും എനിക്കിഷ്ടമല്ല എന്ന് പറയും. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം, അമ്മേരെ കാൽ സുഖപ്പെടുന്ന അന്ന് ഞാൻ അവളെ ഇവിടെ നിന്ന് ഓടിക്കും. അവൾ നിൽക്കുന്ന അനാഥാലയം വരെ ഞാൻ അവളെ ഓടിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇങ്ങനെ വാശിയോടെ നിൽക്കുന്ന വൈജിയെ കാണിച്ചുകൊണ്ടിരുന്ന ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.